എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC 15-ാം തീയതി കഴിഞ്ഞ ചൊവ്വാഴ്ച നടത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 85-2025. നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരങ്ങളൊന്നും പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം: കൊളോണിയൽ ഭരണത്തിന് കീഴിൽ ബ്രിട്ടൻ മലബാറിൽ നടപ്പാക്കിയ പരിഷ്കാരങ്ങളിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ബി 1ഉം 3ഉം. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ സുഗന്ധവിളത്തോട്ടം ആരംഭിച്ചു. മലപ്പുറം നിലമ്പൂരിൽ തേക്ക് തോട്ടം നിർമ്മിച്ചു. താഴെ കാണിച്ചിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ എ 2ഉം 3ഉം. 1875 എറണാകുളം മഹാരാജാസ് കോളേജ് ആരംഭിച്ചു. 1937 തിരുവിതാംകൂർ സർവകലാശാല ആരംഭിച്ചു. ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ചിത്രകലയുമായി ബന്ധപ്പെട്ട് നൽകിയ പ്രസ്താവനകളിൽ തെറ്റേത്? ബ്രിട്ടീഷ് വനിതകളും കുട്ടികളും അനുഭവിച്ച യാതന വെളിപ്പെടുത്തുന്ന ചിത്രമാണ് ജസ്റ്റിസ് ജോസഫ് നോയൽ പാറ്റൺ ആണ് ഈ ചിത്രം വരച്ചത്. ഗവർണർ ജനറൽ ആയിരുന്ന കാനിങ് പ്രഭുവിനെ വിമർശിച്ചുകൊണ്ട് കാർട്ടൂൺ പുറത്തിറക്കിയ പത്രമാണ് പഞ്ച്. ലക്നൌവിൻ്റെ ആശ്വാസം എന്ന ചിത്രം വരച്ചത് തോമസ് ജോൺസ് ബാർക്കറായി ആയിരുന്നു. ചിത്രം പ്രസിദ്ധീകരിച്ചത് 1858. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി 1ഉം 3ഉം. താഴെ കാണിച്ചവയിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ എ 1ഉം 3ഉം. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യാനാണ് വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തത്. വട്ടമേശ സമ്മേളനത്തിൻ്റെ പരാജയത്തോടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു. താഴെ കാണിച്ചിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. യൂണിസെഫിൻ്റെ 8ാമത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കാതറിൻ റസലാണ് ഐക്യരാഷ്ട്ര സംഘടന 2024 ഒട്ടകങ്ങളുടെ വർഷമായി പ്രഖ്യാപിച്ചു. സ്ത്രീകളിൽ നിക്ഷേപിക്കുക, പുരോഗതി ത്വരിതപ്പെടുത്തുക എന്നതാണ് 2024 അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ മുദ്രാവാക്യം. നെബുല സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻ സി ഇമ്മാനുവൽ കാന്റ്. പി ഭൂകമ്പ തരംഗത്തിൻ്റെ നിഴൽ മേഖല ഉൾപ്പെടുന്നത് എത്ര ഡിഗ്രിക്കുള്ളിലാണ്? ഓപ്ഷൻ ബി 103 ഡിഗ്രിക്കും 142 ഡിഗ്രിക്കും ഉള്ളിൽ. ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഉൾപ്പെടാത്ത സമുദ്രജല പ്രവാഹമേത്? ഓപ്ഷൻ സി കാലിഫോർണിയ. ഉപദ്വീപീയ നദിയായ കൃഷ്ണയുടെ ഉത്ഭവസ്ഥാനം ഏത്? ഓപ്ഷൻ ബി മഹാബലേശ്വർ. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കിയ ഇന്ത്യയുടെ ചാന്ദ്രദൗത്യം? ഓപ്ഷൻ സി ചന്ദ്രയാൻ 3. ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതെല്ലാമാണ് ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ? ഓപ്ഷൻ ഡി ഇവയെല്ലാം: വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം. കൃഷി, ഖനനവും പാറവെട്ടും, ഉൽപ്പന്ന നിർമ്മാണം, വൈദ്യുതി, ഗ്യാസ്, ജലവിതരണം, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വ്യാപാരം, ഗതാഗതവും സംഭരണവും, സേവനങ്ങൾ. മേൽപ്പറഞ്ഞ സാമ്പത്തിക പ്രവർത്തനത്തിൽ ചുവടെ നൽകിയിരിക്കുന്നതിൽ യോജിച്ച പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നതിൽ യോജിക്കാത്ത പ്രസ്താവന ഏത്? ഹരിത വിപ്ലവത്തിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു. ഹരിത വിപ്ലവത്തിൻ്റെ 2ാം ഘട്ടം ഏകദേശം 1960 പകുതി മുതൽ 1970 പകുതി വരെയാണ്. ഹരിത വിപ്ലവ സാങ്കേതികവിദ്യയുടെ വ്യാപനം ഇന്ത്യയുടെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കി. ഹരിത വിപ്ലവത്തിന് ഉപയോഗപ്പെടുത്തിയ സാങ്കേതികവിദ്യയുടെ പരിണിത ഫലമായി ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. യോജിക്കാത്ത പ്രസ്താവന ഓപ്ഷൻ ബി. പുറംപണിക്കാർ ഔട്ട്സോഴ്സിംഗ് നവസാമ്പത്തിക പരിഷ്കാരത്തിൻ്റെ ഏത് നയത്തിൻ്റെ പരിണിതഫലമാണ്? ഓപ്ഷൻ എ ആഗോളവൽക്കരണം. അന്ത്യോദയ അന്നയോജന നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ ബി 25 ഡിസംബർ 2000. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ബി 1D 2A 3B 4C. ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സഭ നിയമോപദേശകൻ BN റാവു. ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യ ചെയർമാൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭ പ്രവിശ്യ ഭരണഘടനാ സമിതിയുടെ ചെയർമാൻ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുടെ വകുപ്പുകൾ ശരിയായി ക്രമീകരിക്കുക. ഓപ്ഷൻ ബി 1B 2C 3D 4A. കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. വകുപ്പ് 43. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുക. വകുപ്പ് 44.
ഗോവധം നിരോധിക്കുക. വകുപ്പ് 48. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും. വകുപ്പ് 51. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ എ എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. കേരള ഗവർണറുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൻ്റെ 22ാമത് ഗവർണറാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശുകാരനാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണറായത് 2019 സെപ്റ്റംബറിലാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ എ 4. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ ഡി 1ഉം 2ഉം. ലോക്സഭാ സ്പീക്കറുടെ അഭാവത്തിൽ സംയുക്ത സമ്മേളനങ്ങളുടെ അധ്യക്ഷത വഹിക്കേണ്ടത് ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കറാണ്. ധനകാര്യ ബില്ലുകൾ സംയുക്ത സമ്മേളനങ്ങളിൽ അവതരിപ്പിക്കാൻ പാടില്ല. ഇന്ത്യൻ ഭരണഘടനയിലെ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങൾ ഏവ? ഓപ്ഷൻ സി എ ബി ഡി ഇ. വിവാഹവും വിവാഹമോചനവും ട്രസ്റ്റും ട്രസ്റ്റികളും കാർഡുകൾ കുടുംബാസൂത്രണം. ഇന്ത്യയിലെ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? 15ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ശ്രീ NK സിംഗ് ആണ്. ധനകാര്യ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ശ്രീ KC നിയോഗിയായിരുന്നു. ഭരണഘടനയുടെ 280ാം വകുപ്പ് ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് 1950-ലാണ്. തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി 4. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അധ്യക്ഷൻ ആയിട്ടില്ലാത്ത വ്യക്തി ആര്? ഓപ്ഷൻ എ ഡി M ഗംഗാധരക്കുറുപ്പ്. കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? കേരള ഹൈക്കോടതി സ്ഥാപിച്ചത് 1956 നവംബർ 1-നാണ്. 1973 കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിലേക്ക് മാറ്റി. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 63 വയസ്സോ 6 വർഷമോ ആണ്. ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് KT കോശിയായിരുന്നു. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ എ 2ഉം 3ഉം. ഡോക്ടർ M കുഞ്ഞാമൻ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെ? ഓപ്ഷൻ സി 1, 3, 4. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് എതിര്. ഡെവലപ്മെൻറ്റ് ഓഫ് ട്രൈബൽ എക്കോണമി അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. 2023 ഡിസംബർ 3-ന് അദ്ദേഹം മരണമടഞ്ഞു. വൈഡൽ ടെസ്റ്റ് ഏത് രോഗത്തിൻ്റെ രോഗനിർണയ മാർഗമാണ്? ഓപ്ഷൻ സി ടൈഫോയിഡ്. മനുഷ്യരിലെ ഹീമോഗ്ലോബിനെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏത്? അയൺ അടങ്ങിയിരിക്കുന്നു. ആരോഗ്യമുള്ള മനുഷ്യൻ്റെ 100 മില്ലിലിറ്റർ രക്തത്തിൽ 12 മുതൽ 16 ഗ്രാം ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നു. അതിൽ പ്രോട്ടീൻ ഇല്ല. ശ്വസനവാതകങ്ങളെ രക്തത്തിലൂടെ വഹിക്കുന്നു. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാൻ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത്? ഓപ്ഷൻ എ ഇൻസുലിൻ. 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം വിക്ടർ ആംബ്രോസിനും ഗാരി റൂക്കനും ലഭിച്ചത് ഏത് കണ്ടുപിടുത്തത്തിനാണ്? ഓപ്ഷൻ ഡി മൈക്രോ RNA. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അടിസ്ഥാന അളവ് ഏതാണ്? ഓപ്ഷൻ സി സമയം. ഒരു വസ്തു അതിൻ്റെ തുലനാവസ്ഥയിൽ ആകെ ബലം. ഓപ്ഷൻ എ 0. ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം. ഓപ്ഷൻ ബി ഒഡീസിയസ്. താഴെ പറയുന്നവയിൽ കാർബണിൻ്റെ രൂപാന്തരമല്ലാത്തത് ഏത്? ഓപ്ഷൻ സി കാർബൺ ഡയോക്സൈഡ്. അക്വാറീജിയ ഏതൊക്കെ ആസിഡുകളുടെ മിശ്രിതമാണ്? ഓപ്ഷൻ സി ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും നൈട്രിക് ആസിഡിൻ്റെയും. ഒരു ന്യൂട്രൽ ലൈനിയുടെ pH മൂല്യം എത്ര? ഓപ്ഷൻ ഡി 7. കർണശബദം ആട്ടകഥ രചിച്ചത് ആരാണ്? ഓപ്ഷൻ സി മാലി. പുഞ്ചിരിഹ കുലീനമം കള്ളം നെഞ്ചുകീറി ഞാൻ നേരിനെ കാട്ടാം വൈലോപ്പിള്ളിയുടെ ഏത് കൃതിയിലെ വരികളാണിത്? ഓപ്ഷൻ ബി കുടിയൊഴിക്കൽ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം? ഓപ്ഷൻ ഡി 6. നിലവിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻ ബി BR ഗവായി. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സമർപ്പിച്ച കമ്മിറ്റി ഏതാണ്? ഓപ്ഷൻ ഡി രാംനാഥ് കോവിന്ദ് കമ്മിറ്റി. അടുത്തതായി മാത്സ് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നോക്കാം. 41. ഓപ്ഷൻ സി 6400. 42. ഓപ്ഷൻ ബി 10%. 43. ഓപ്ഷൻ എ 120 കിലോമീറ്റർ.
44, ഓപ്ഷൻ ഡി 18, 45, ഓപ്ഷൻ ഡി 100 ഡിഗ്രി, 46, ഓപ്ഷൻ ബി 10, 47, ഓപ്ഷൻ എ 2.45, 48, ഓപ്ഷൻ സി ഞായർ, 49, ഓപ്ഷൻ ബി 150, 50, ഓപ്ഷൻ സി PRWJ. അടുത്ത ചോദ്യം, ജലത്തിൻ്റെ ബാഷ്പീകരണ ലീനതാപം ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എത്രയാണ്? ഓപ്ഷൻ സി 540 കിലോ കലോറി പെർ കിലോഗ്രാം. ബിലീവ് എന്നതിൻ്റെ പൂർണ്ണരൂപം? ഓപ്ഷൻ സി ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിംഗ് വേപ്പർ എക്സ്പ്ലോഷൻ. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ 1C 2D 3A 4B, DCP എക്സ്റ്റിങ്ക്വിഷർ, സൈഫൺ ട്യൂബ്, CO2 എക്സ്റ്റിങ്ക്വിഷർ, ഡിസ്ചാർജ് ഹോൺ, ഫോം എക്സ്റ്റിങ്ക്വിഷർ, ദ്രവ ഇന്ധനങ്ങളിലെ തീപിടുത്തം, ജല എക്സ്റ്റിങ്ക്വിഷർ, തടി, പേപ്പർ തുടങ്ങിയവയിലെ തീപിടുത്തം. താഴെ പറയുന്നവയിൽ ഉത്പാദനത്തിന് സബ്ലിമേഷന് ഉദാഹരണമായി പറയാവുന്ന വസ്തു? ഓപ്ഷൻ ബി 2 മാത്രം, കർപ്പൂരം. താഴെ പറയുന്നവയിൽ ഏറ്റവും കുറഞ്ഞ ഫ്ലാഷ് പോയിൻ്റുള്ള വസ്തു? ഓപ്ഷൻ ഡി പെട്രോൾ. LEL എന്നതിൻ്റെ പൂർണ്ണരൂപം എന്ത്? ഓപ്ഷൻ ബി ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ്. ഓം നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ V = IR. താഴെ പറയുന്നവയിൽ വൈദ്യുതി മൂലമുള്ള തീപിടുത്തത്തിൻ്റെ കാരണമാകാവുന്നത് ഏതെല്ലാം? ഓപ്ഷൻ ഡി 1, 2 and 4 ഇലക്ട്രിക് ആർക്ക്, ഇൻസുലേഷൻ തകരാർ, ശരിയല്ലാത്ത എർത്തിങ്. താഴെ പറയുന്നവയിൽ ശ്വാസകോശത്തിലെത്തിയാൽ ഏറ്റവും അപകടകരമായ വാതകം ഏതാണ്? ഓപ്ഷൻ സി കാർബൺ മോണോക്സൈഡ്. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തതേത്? ഓപ്ഷൻ ബി 1 ഓൺലി. ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ സാധാരണയായി പ്രായമായവരിലാണ് സംഭവിക്കുന്നത് എന്ന പ്രസ്താവനയാണ് ശരിയല്ലാത്തത്. താഴെ പറയുന്നവയിൽ ഒരേ അർത്ഥം വരുന്നവ ഏതെല്ലാം? ഓപ്ഷൻ ഡി 2 and 4 ഫ്രോസ്റ്റ് ബൈറ്റ്, കോൾഡ് ബേൺസ്. ഓക്സിജനെ നീക്കം ചെയ്ത് തീ അണയ്ക്കുന്ന മാർഗം ഏതാണ്? ഓപ്ഷൻ സി 2 and 3 സ്മോദറിംഗ്, ബ്ലാങ്കറ്റിംഗ്. CNGയുടെ പ്രധാന ഘടകമാണ്? ഓപ്ഷൻ എ മീഥേൻ. CPR എന്നതിൻ്റെ പൂർണ്ണരൂപം എന്ത്? ഓപ്ഷൻ ബി കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ. എമർജൻസി ഹോർമോണായി അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി അഡ്രിനാലിൻ. അന്തരീക്ഷവായുവിൽ ഓക്സിജൻ്റെ അളവ് ഏകദേശം എത്ര ശതമാനമാണ്? ഓപ്ഷൻ ഡി 21%. സാധാരണ നിലയിൽ ശ്വസിക്കുമ്പോൾ ഓരോ തവണയും അകത്തേക്ക് എടുക്കുകയോ പുറത്തേക്ക് വിടുകയോ ചെയ്യുന്ന വായുവിൻ്റെ അളവാണ്? ഓപ്ഷൻ എ ടൈഡൽ വോളിയം. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിനാണ്? ഓപ്ഷൻ സി വിറ്റാമിൻ K. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം കുട്ടികളെ ലൈംഗികമായി ചിത്രീകരിച്ചിട്ടുള്ള വസ്തുക്കൾ ഇലക്ട്രോണിക് ഫോമിൽ പ്രചരിപ്പിക്കുന്നതിനുള്ള ശിക്ഷയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി സെക്ഷൻ 67B. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം നിയമപരമായ അധികാരം ഉപയോഗിച്ച് അനുമതിയില്ലാതെ ഒരു വ്യക്തിയുടെ ഇലക്ട്രോണിക് ഡാറ്റയിലേക്ക് കടന്നു കയറുകയും അത് മറ്റൊരു വ്യക്തിക്ക് വെളിപ്പെടുത്തി നൽകുകയും ചെയ്യുന്നതിനുള്ള ശിക്ഷ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി സെക്ഷൻ 72. അടുത്ത ചോദ്യം, ഒരു ഗുഡ്സ് ക്യാരേജിൻ്റെ ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് 12,000 കിലോഗ്രാമിൽ കൂടുതലാണെങ്കിൽ അതിനെ ഡാഷ് എന്ന് പറയുന്നു? ഓപ്ഷൻ ഡി ഹെവി ഗുഡ്സ് വെഹിക്കിൾ. യാത്രക്കാരെ കയറ്റുന്നതിന് ഉപയോഗിക്കുന്നതും കുറഞ്ഞത് 4 വീലുള്ളതുമായ വാഹനങ്ങൾ ഡാഷ് തരത്തിൽപ്പെടുന്നതാണ്? ഓപ്ഷൻ എ M. ഹസാർഡ് ഗുഡ്സ് കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസിൻ്റെ കാലാവധി ഡാഷ് വർഷമാണ്? ഓപ്ഷൻ സി 3. താഴെ പറയുന്ന ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് ഒരു ലൈസൻസിംഗ് അതോറിറ്റിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാൻ കഴിയും? ഓപ്ഷൻ സി 1, 2, 3. ഗുഡ്സ് വാഹനങ്ങളിൽ ഓവർലോഡ് കയറ്റിയാൽ, ഒരു പബ്ലിക് സർവീസ് വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർ പുകവലിച്ചുകൊണ്ട് വാഹനം ഓടിച്ചാൽ, ഡ്രൈവർ യാത്രക്കാരെ ആക്രമിച്ചാൽ. കാവൽക്കാരനില്ലാത്ത റെയിൽവേ ലെവൽ ക്രോസിംഗിൽ ഡ്രൈവർ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാം? ഓപ്ഷൻ സി വാഹനം റോഡിൻ്റെ ഇടത് സൈഡിൽ നിർത്തിയതിനു ശേഷം ഡ്രൈവർ വാഹനത്തിൽ നിന്നും ഇറങ്ങി റെയിൽവേ ട്രാക്കിൻ്റെ 2 വശങ്ങളിൽ നിന്നും ട്രെയിൻ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് പബ്ലിക് സർവീസ് വെഹിക്കിൾസ്? ഓപ്ഷൻ എ 1 and 2 മോട്ടോർ ക്യാബ്, സ്റ്റേജ് കാരിയേജ്.
8 വർഷം വരെ പ്രായമുള്ള ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസിൻ്റെ കാലാവധി എത്ര വർഷമാണ്? ഓപ്ഷൻ സി 2. റോഡിൻ്റെ മധ്യഭാഗം തുടർച്ചയായ മഞ്ഞ വര വരച്ചിട്ടുണ്ടെങ്കിൽ വാഹനങ്ങൾ ഓപ്ഷൻ സി മഞ്ഞവരയിൽ കയറുവാനോ കടന്നു പോകാനോ പാടില്ല. നിങ്ങളുടെ വാഹനം ഒരു ട്രാഫിക് ഐലൻഡിനെ സമീപിക്കുമ്പോൾ ആംബർ ലൈറ്റ് തെളിയുകയും കെടുകയും ചെയ്തുകൊണ്ടിരുന്നാൽ എങ്ങനെ കടന്നു പോകണം? ഓപ്ഷൻ ബി വാഹനത്തിൻ്റെ വേഗത കുറച്ച് ട്രാഫിക് ഇൻ്റർസെക്ഷനിൽ കാൽനട യാത്രക്കാരോ മറ്റു വാഹനങ്ങളോ ഉണ്ടെങ്കിൽ അവയ്ക്ക് വഴി കൊടുത്ത് ശ്രദ്ധയോടുകൂടി കടന്നു പോകുക. മോട്ടോർ വാഹന നിയമത്തിലെ 112 വകുപ്പ് എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്? ഓപ്ഷൻ ഡി വേഗതയെക്കുറിച്ച്. താഴെ പറയുന്നതിൽ IC എൻജിൻ അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി സ്റ്റീം എൻജിൻ. നിങ്ങൾ ഓടിക്കുന്ന വാഹനം ഒരു അപകടത്തിൽപ്പെട്ട് ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻ സി വൈദ്യസഹായം ഏർപ്പെടുത്തണം. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ 24 മണിക്കൂറിനുള്ളിൽ വിവരം അറിയിക്കണം. താങ്കൾ വാഹനം ഓടിക്കുമ്പോൾ പുറകിൽ നിന്നും ഒരു ആംബുലൻസ് കടന്നു വന്നാൽ ഓപ്ഷൻ സി വാഹനം ഇടത് സൈഡിലേക്ക് മാറ്റി ആംബുലൻസിനെ വഴിയൊരുക്കുക. ഒരു വാഹനത്തിൽ ഓഡോമീറ്റർ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഓപ്ഷൻ ഡി വാഹനം അതുവരെ ഓടിയിട്ടുള്ള മൊത്തം കിലോമീറ്റർ അറിയാൻ. MSM എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ സി മിറർ സിഗ്നൽ ആൻഡ് മാനൂവർ. മോട്ടോർ വാഹന നിയമങ്ങൾ ലംഘിക്കുന്ന ആൾക്ക് ശിക്ഷ ലഭിക്കുമെന്ന് പറയുന്ന MV ആക്ട് 1988 ഏത് വകുപ്പിലാണ്? ഓപ്ഷൻ സി സെക്ഷൻ 177. 1988 മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 129 പ്രതിപാദിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഓപ്ഷൻ ബി മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ ഹെൽമറ്റ് ധരിക്കുന്നതിനെപ്പറ്റി. പൊതുസ്ഥലത്ത് യൂണിഫോമിൽ നിൽക്കുന്ന നിയമപാലകൻ നൽകുന്ന നിർദ്ദേശങ്ങൾ ബോധപൂർവം അനുസരിക്കാത്ത ഡ്രൈവർക്കെതിരെയുള്ള മോട്ടോർ വാഹന നിയമത്തിലെ വകുപ്പ് ഏതാണ്? ഓപ്ഷൻ സി സെക്ഷൻ 179. മോട്ടോർ വാഹന നിയമം 1988 സെക്ഷൻ 190(2) എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി ശബ്ദവായു മലിനീകരണം. MV ആക്ട് 1988 സെക്ഷൻ 112 വേഗതാ പരിധി നിയമപ്രകാരം ഇപ്പോൾ ഓട്ടോറിക്ഷ 3 വീലറിൻ്റെ 6 വരി നാഷണൽ ഹൈവേയിലെ പരമാവധി വേഗത എത്രയായി നിജപ്പെടുത്തിയിരിക്കുന്നു? ഓപ്ഷൻ ബി 50 km/മണിക്കൂർ. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നല്ല സമരിറ്റിയൻ നിയമം പാസാക്കിയത് ഏത് വർഷമാണ്? ഓപ്ഷൻ ബി 2016. ലോകത്ത് നടന്ന വാഹന അപകടങ്ങളിൽ മരണമടഞ്ഞവരുടെ ഓർമ്മയ്ക്കായി ലോക ഓർമ്മ ദിനം ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ സി എല്ലാ നവംബർ മാസത്തിലും 3-ാമത്തെ ഞായറാഴ്ച. മോട്ടോർ വാഹന നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് നിയമപാലകന് ശരിയായ രേഖകൾ ഇല്ലാതെ ഓടുന്ന വാഹനം പിടിച്ചെടുക്കാൻ അധികാരമുള്ളത്? ഓപ്ഷൻ ഡി സെക്ഷൻ 207. പ്രായപൂർത്തിയായ വാഹന ഉടമ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ ലഭിക്കുന്ന പിഴത്തുക എത്രയാണ്? ഓപ്ഷൻ ബി 5000 രൂപ. ഒരു ലൈറ്റ് മോട്ടോർ കാർ രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞ് ഓടി എന്ന് തെളിഞ്ഞാൽ അടയ്ക്കേണ്ട ഫൈൻ തുക എത്രയാണ്? ഓപ്ഷൻ എ 3000 രൂപ. വാഹനം ഒരു കയറ്റം കയറിക്കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഏത് ഗിയറിലാണ് ഓടിക്കേണ്ടത്? ഓപ്ഷൻ സി കയറ്റം കയറിയ അതേ ഗിയറിൽ. ഒരു വാഹനത്തിന് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടത് ഏതുതരം ഹോണാണ്? ഓപ്ഷൻ സി ഇലക്ട്രിക് ഹോൺ. ആർമേഡ് വാഹനങ്ങൾ എന്ന് പൊതുവായി അറിയപ്പെടുന്നത് ഏതുതരം വാഹനങ്ങളാണ്? ഓപ്ഷൻ ബി സൈനിക ആവശ്യങ്ങൾക്കുള്ള വാഹനങ്ങൾ. അപകടകരമായ ഹസാർഡ് ഗുഡ്സ് വാഹനങ്ങൾക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടത് എന്താണ്? ഓപ്ഷൻ ഡി സ്പാർക്ക് അറസ്റ്റർ. സൈനിക വാഹനങ്ങൾക്ക് മാത്രം അടിക്കാവുന്നതും മറ്റ് വാഹനങ്ങൾക്ക് നിരോധിച്ചിട്ടുള്ളതുമായ നിറം ഏതാണ്? ഓപ്ഷൻ ബി ഒലീവ് ഗ്രീൻ നിറം. മേൽപ്പറഞ്ഞ ഉത്തരങ്ങളെല്ലാം തന്നെ കേരള PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ്. ഉത്തരങ്ങളിൽ മാറ്റമുണ്ടെങ്കിൽ PSC അത് ഫൈനൽ ആൻസർ കീയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.